എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മൺഡേ നമുക്ക് മാർക്കറ്റില്ല. മുംബൈയിൽ ഇലക്ഷൻ നടക്കുന്നത് പ്രമാണിച്ച് നമുക്ക് മൺഡേയിൽ മാർക്കറ്റില്ല. കഴിഞ്ഞ ദിവസം സാറ്റർഡേയിൽ നമുക്ക് മാർക്കറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ വലിയ ഇതില്ല, ഫ്ലാറ്റ് മാർക്കറ്റായിട്ടാണ് ക്ലോസിങ് വന്നേക്കുന്നത്. അതിനിടയ്ക്ക് എപ്പോഴും ഒരു പ്രാവശ്യം ഒരു ഫ്ലാഷ് അടിക്കുന്ന പോലെ താഴോട്ട് 22,000 വരെ നിഫ്റ്റി ഒറ്റയടിക്ക് 400 പോയിന്റ് താഴെ പോയിട്ടുണ്ട്. പക്ഷേങ്കിൽ അതാർക്കും ബെനിഫിറ്റായെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓപ്ഷൻസിലൊക്കെ ചിലപ്പോൾ കിട്ടിക്കാണാൻ ആർക്കെങ്കിലുമൊക്കെ കിട്ടിക്കാണാം. എന്തായാലും ഫ്ലാറ്റ് മൊത്തത്തിൽ നോക്കിയാൽ ഫ്ലാറ്റായിട്ടുള്ളൊരു ക്ലോസിംഗ് ആണ് സാറ്റർഡേ കിട്ടിയത്. സാറ്റർഡേ വന്നിട്ട് ഷെയറുകളെല്ലാം മാക്സിമം ഹൈലോട്ടൊരു 5% പോകുള്ളായിരുന്നു എല്ലാ ഷെയറും. അതുപോലെ ഡൗൺ ട്രെൻഡിലോട്ട് പോകണമെങ്കിൽ തന്നെ 5% അങ്ങനെ പോകത്തുള്ളായിരുന്നു. അപ്പോൾ വലിയ മൂവ്മെൻറ്റ് ഷെയർസിനകത്തൊന്നും കാണിച്ചിട്ടില്ല, വോളിയം ഇല്ലായിരുന്നു, അധികം വോളിയം ഇല്ല. എന്നാലും നമ്മൾ നാളത്തേന് കുറച്ച് ഷെയർ നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ലെവലുകളൊക്കെ അടുത്തടുത്തായതുകൊണ്ട് ഹെവി മൂവ്മെൻ്റൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ വരുമ്പോൾ മാത്രം ട്രേഡ് എടുക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം നിഫ്റ്റി ഫ്ലാറ്റായിരുന്നു, അതുപോലെ ബാങ്ക് നിഫ്റ്റിയും ഫ്ലാറ്റായിട്ട് തന്നെയാണ് ക്ലോസിങ്. വേൾഡ് മാർക്കറ്റിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഡോ ജോൺസൊക്കെ ഫ്ലാറ്റാണ്. പിന്നെ യൂറോപ്യൻ മാർക്കറ്റൊക്കെ ഓപ്പൺ ആയിട്ടില്ല. ഇന്നലെ ഏകദേശം ഫ്ലാറ്റ് ടു നെഗറ്റീവ് എന്ന് പറയാം. ഏഷ്യൻ മാർക്കറ്റ് കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്നു. നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി വന്നിട്ട് 129 പോയിന്റ് കാണിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ ഇതിൽ കാര്യമില്ല. ഈവനിങ്ങിൽ US മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിൻ്റെയും നമ്മുടെ ഇവിടുത്തെ ഇലക്ഷൻ്റെ എന്തെങ്കിലും ഈ ആൾക്കാരുടെ കമൻട്രി വരുന്നതിൻ്റെ അനുസരിച്ചൊക്കെ നാളെ ഓപ്പൺ ആകും. എന്നാലും പോസിറ്റീവായിട്ട് വരാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഇലക്ഷൻ്റെ അനൗൺസ്മെൻറ്റ് ഡേറ്റ് വരുന്തോറും ഹെവി മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വരും. എന്തെങ്കിലും ഒരു പാളിച്ച എവിടെയെങ്കിലും ഉണ്ടായെങ്കിൽ നല്ലതായിട്ട് മാർക്കറ്റ് താഴെ പോകാൻ ചാൻസ് കൂടുതലാണ്. എന്തായാലും നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ പ്രതീക്ഷിക്കുക. എന്തായാലും നോക്കാം. പക്ഷേ നമ്മൾ കരുതിയിരിക്കണം ട്രേഡിങ്ങിന് വേണ്ടി. പക്ഷേങ്കിൽ അഥവാ മാർക്കറ്റ് നല്ല കറക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ നല്ല ഷെയർസിനകത്തൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടും. ആ സമയത്ത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ നല്ല ചാൻസ് ആയിരിക്കും. നല്ല ഷെയറുകൾ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നാളത്തേന് നമ്മൾ എടുത്തു വച്ചേക്കുന്ന ഷെയറുകൾ ഒരു 11 ഷെയർ എടുത്തിട്ടുള്ളൂ. 11 ഷെയറിൽ ഓൾമോസ്റ്റ് എല്ലാം 5% അപ്പർ ലോക്കായിരുന്നു. തിങ്കളാഴ്ച ഇതിനകത്തൊക്കെ നല്ല ചാൻസ് കിട്ടുമായിരിക്കും. എന്നാലും നമ്മൾ നോക്കിയേ ചെയ്യാവൂ. പിന്നെ നാളെ മാർക്കറ്റ് ഈ JWL നോക്കുക, 531-46 ഈ റേഞ്ചിലൊക്കെ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ഷോർട്ട് ചെയ്യാൻ തോന്നുന്നു. ISMTയും അതുപോലെ 131 കൊണ്ട് ട്രേഡായിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ നമുക്കൊരു ചാൻസ് എടുക്കാം. അതല്ല 134-35 പോയിട്ട് തിരിച്ച് 131 താഴോട്ട് വരുവാണെങ്കിൽ നല്ല രീതിയിൽ ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ മസ്ഡോക്ക് ശ്രദ്ധിക്കുക. മസ്ഡോക്ക് ഒരു പ്രാവശ്യം ചിലപ്പോൾ നാളെ മാർക്കറ്റിൻ്റെ ഒരു ഇത് ഉണ്ടെങ്കിൽ, സപ്പോർട്ട് ഉണ്ടെങ്കിൽ 3000 മുകളിൽ ട്രേഡായിട്ട് ഈ ലെവൽ ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിലൊന്ന് ഇറങ്ങിത്തരും. DYCയിലും ഹൈയും R1 ഏകദേശം അടുത്തടുത്താണ്. അപ്പോൾ ഏകദേശം ഇതിന് മുകളിലൊക്കെ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ഇന്ത്യൻ ഹ്യൂം എന്ന് പറയുന്ന ഷെയറും എനിക്ക് തോന്നുന്ന ഒരു 350 മുകളിലൊക്കെ പോയിട്ട് 349 കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. പക്ഷേ അന്നേരം വോളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഈ ലെവലുകൾ വന്നിട്ട് ഇറങ്ങുമ്പോൾ ഒരു നല്ല വോളിയത്തിലാണോ ഇറങ്ങുന്നത് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ അതുവരെയുള്ള ടേൺ ഓവർ എത്രയാണെന്ന് നോക്കുക. അതിനുശേഷം ഇറങ്ങാൻ തുടങ്ങുമ്പോൾ തൊട്ട് ടേൺ ഓവറിൽ എത്രയാണ് പെട്ടെന്ന് വ്യത്യാസം വരുന്നതെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കൂടുതലായിട്ട് സെല്ലിങ് വരുന്നുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ ഹിന്ദുസ്ഥാൻ സിങ്കും അപ്പർ സർക്യൂട്ടായിരുന്നു. അതും വന്നിട്ട് ഈ R1 R2 റേഞ്ചിൽ നമുക്ക് താഴോട്ടിറങ്ങുന്ന കിട്ടിയാൽ നല്ല ചാൻസ് തരാൻ സാധ്യതയുള്ള വറോക്ക് എഞ്ചിനീയറിങ് അതുപോലെ 607-602 ചെറിയ ലെവലിലാണ് R1 R2 R3 എല്ലാം കിടക്കുന്നത്. R4 ഒക്കെ വരെ ഈസി ആയിട്ട് വരാൻ പറ്റും. 15 രൂപ മുകളിലോട്ട് നോർമൽ നമുക്ക് ഇതിനകത്ത് ഈ വറോക്ക് എന്ന് പറയുന്ന ഷെയർസിനകത്തൊക്കെ ഒരു R4 വേണമെന്നുണ്ടെങ്കിൽ 50 രൂപയുടെങ്കിലും ഗ്യാപ്പ് വേണം. ഇത് 15 രൂപ ഗ്യാപ്പിൽ കിടപ്പുണ്ട്. അപ്പോൾ ഈ 15 രൂപയുടെ മുകളിൽ പോയിട്ട് 610 താഴോട്ടൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. BDL എനിക്ക് തോന്നുന്നു എന്തോ ന്യൂസ് ഉണ്ട്.
എന്നാലും ഈ ലെവലുകൾ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം ചാൻസ് എടുക്കാം. 2500, 528 ഈ R2 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. എന്തായാലും നമ്മൾ നോക്കി വേണം ചെയ്യാൻ. അധികം ഇനിയുള്ള ദിവസങ്ങളിൽ അധികം ഹെവി ട്രേഡ് എടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. നമുക്ക് 10-15 ദിവസം അധികം ട്രേഡ് ചെയ്തില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ കയ്യിൽ നിന്ന് പൈസ പോയെങ്കിൽ അത് നഷ്ടമല്ലേ. അപ്പോൾ കഴിവതും മാക്സിമം നമ്മുടേതായിട്ടുള്ള റിസ്ക് റിവാർഡ് വെച്ച് ചെറിയ ട്രേഡ് എടുക്കുക. അപ്പോൾ ഇത്രയും ഷെയറുകൾ. കഴിഞ്ഞ ദിവസത്തെ ഷെയർ ഞാൻ നോക്കിയിട്ടേ ഇല്ല, കാരണം 1 മണിക്കൂർ വെച്ചാൽ ഇൻട്രാഡേയില്ല. അപ്പോൾ നമ്മളത് പൊസിഷൻ നോക്കിയിട്ട് കാര്യമില്ല, അതുകൊണ്ട് ട്രേഡിംഗ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത്രയും ഷെയർ മാക്സിമം ശ്രദ്ധിക്കുക. വേറെ എന്തെങ്കിലും ന്യൂസ് ഉണ്ടെങ്കിൽ അത് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.